സുഹൃത്തുക്കളെ നമസ്കാരം. 6 സെന്റിലെ ഫാമൊരുക്കം. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. രാത്രി പണി. വെയിൽ കൊള്ളണ്ട. പാലക്കാടിൻ്റെ ചൂടിനെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം നല്ല അടിപൊളി സമയമാണ് അല്ലേ ഷെമിയെ? നല്ല കൂളിങ്. ഇതൊക്കെ വാഴ നട്ടിട്ടുണ്ട്. ഇതെല്ലാം നേന്ത്രല്ലടാ. സ്വർണ്ണമുഖി. നമ്മൾ പുറത്തുള്ള പ്രൈവറ്റ് ഫാമുകളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ഇത് മലമ്പുഴയിൽ നിന്നാണ് എടുത്തുള്ളത്. അഗ്രികൾച്ചർ ഫാം. 2 റോബസ്റ്റോ 40 എണ്ണത്തിലോ? 42 ഉണ്ട്. അതിൽ 2 റോബസ്റ്റാണ്. ഇത് 2 മീറ്ററാണ് ഏകദേശം. ഇതാണ് അളവ്. ഇതാണ് 2 മീറ്റർ. ഇതൊക്കെ 2 മീറ്റർ ഗ്യാപ്പ് ഉണ്ടോ? 2 മീറ്റർ ഏകദേശം. ചിലതൊക്കെ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ വെക്കും. അത് ഞങ്ങളുടെ ഇത് നിങ്ങളുടെ കണക്കാതോ എല്ലാരും ചെയ്യുന്ന കണക്കാണോ? ഞങ്ങളൊരു തോതുണ്ടാക്കും. തോതിന് പറ്റിയ തോതിനുണ്ട്. 2 മീറ്റർ ആണ് അതിൽ കാണിക്കണത്. നമ്മളെ കിണറിന്റെ അളവ് ഇതല്ലല്ലോ. അപ്പോൾ വാഴത്തൈ നമ്മൾ കവർന്ന് എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ പകുതി പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിതിൽ വെള്ളം ആക്കുക. വെള്ളം കുറച്ചാക്കിയിട്ട് ഇങ്ങനെ അമർത്തുക. എന്നിട്ട് അമർത്തിയിട്ട് പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കാട്ടി ഇങ്ങനെ കിട്ടും. അത്രേ ഉള്ളൂ. വാഴ നടുമ്പോൾ ആദ്യം മണ്ണിര കമ്പോസ്റ്റ് കുറച്ച് ഇടുക. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നടുക. നമ്മളെ രീതിയിൽ നടന്നു. പിന്നെ എല്ലുപൊടി 1 പിടി, വേപ്പ് മണ്ണാക്ക് ലാസ്റ്റേ കൊടുക്കുള്ളൂ. ഈ മണ്ണ് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് മണ്ണിടുക. വേപ്പ് മണ്ണാക്ക് ലാസ്റ്റ് ഇടുന്നുണ്ട് വെച്ചാൽ അത് അങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ശൈലി. കാരണം പറയും. എന്നിട്ട് അടുത്തേക്ക് വാ. എല്ലുപൊടി നമ്മൾ വേപ്പ് മണ്ണാക്ക് ഇടണം. എല്ലുപൊടിയുടെ മണം എല്ലുപൊടിയുടെ മണം വേപ്പ് മണ്ണാക്ക് ഇടുക. പിന്നെ ഒന്നും നോക്കണ്ട, ഡയമണ്ട് ചട്ടുക അതന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും. കഴിഞ്ഞു. ഇനി ഇതിന് 4 പുറം ഉണക്കപ്പുല്ല് വെക്കുക. അപ്പോൾ ഇതിൽ പാർന്ന വെള്ളത്തിൻ്റെ ഈർപ്പം വെയിലടിച്ചിട്ട് വറ്റി പോയില്ല. ഓക്കെ.